ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട സുർക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ നോൺ വെജ് കറികൾക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതിന് വേണ്ടിയിട്ട് 2 കപ്പ് ജീരകശാല അല്ലെങ്കിൽ കൈമൻ്റെ അരിയാണ്. ഇത് വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 5-6 മണിക്കൂർ ഞാൻ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസും മുട്ട സുർക്ക എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഒന്നിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ 2 കപ്പ് അരിയിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് വന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൈപ്പിടി ആ ഒരു കണക്കിന് ചോറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജാറ് നന്നായിട്ട് മൂടിയിട്ട് നല്ലോണം നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് അരക്കണ സമയത്ത് ഞാൻ കുറച്ചായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വേണം ഇങ്ങനെ ആഡ് ചെയ്യാൻ. കൂടുതൽ വെള്ളം ആയി ലൂസാവാനും പാടില്ല. നല്ലൊരു തിക്ക് നമ്മളൊരു ഇഡ്ലി ബാറ്റർ പോലെ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് എടുത്ത് വരാനായിട്ട്. ഇനി ബാറ്റർ ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മളെ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം. അവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ബാറ്റർ ഓരോ അപ്പം ചുട്ടെടുക്കുമ്പോഴും നന്നായിട്ട് ഒന്ന് മാവ് ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ചൂടുള്ള എണ്ണയ്ക്ക് നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാനായിട്ട്. ഇത് ഒഴിച്ച പാടന്നെ മറിച്ചിടരുത് കേട്ടോ. കാരണം അടിഭാഗം ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതായത് നമ്മൾ ആദ്യത്തെ അപ്പം ഒന്ന് ചുട്ടെടുത്താണ്. ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു പാകത്തിന് വലുപ്പമുള്ള ഒരു സൈസാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. ഇത് നോൺ വെജ് കറീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ ബീഫ് കറീൻ്റെ കൂടെയാണ് കഴിക്കാൻ പോണത്. ഇതിപ്പോൾ ഈ ഒരു അളവിലെടുക്കുമ്പോൾ നമുക്കൊരു 20 മുതൽ 22 മുട്ട സുർക്ക വരെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാവരും ചുട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണിൽ ഓൾ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്യാനായിട്ട്. എന്നാലും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വേറെ നല്ല റെസിപ്പി ആയിട്ട് അടുത്തത് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു.